ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വരുന്ന LD ടൈപ്പിസ്റ്റ് LD ക്ലർക്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 8 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 9ാമത്തെ ക്ലാസ്സാണ്. നമ്മളിതിൽ പ്രോഗ്രഷൻസ്, എസ്പെഷ്യലി അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് പഠിക്കുന്നത് കേട്ടോ. സമാന്തര ശ്രേണികളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഇഫ് 13x 22 are the three consecutive terms of an AP, what is the value of x? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങളാണ് 13x 22 എങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു APയിലെ തുടർച്ചയായ പദങ്ങൾ, ഇപ്പോൾ A, B, C ഇവ തുടർച്ചയായ പദങ്ങളാണെങ്കിൽ, അതായത് കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ, തുടർച്ചയായ പദങ്ങൾ ആണെങ്കിൽ ബി ഇല്ലേ, ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A+C/2 ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. A+C/2 ചെയ്താൽ മതി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് തന്നേക്കുന്നത്? 13, പിന്നെ എക്സ്, പിന്നെ 22 ആണല്ലോ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 13 + 22 / 2 ചെയ്താൽ മതി. എത്ര കിട്ടും? 13 + 22 എന്ന് പറയുന്നത് 35 ആണല്ലോ. 35/2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 17.5 ആണേ. 34 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 34ൻ്റെ പകുതി 17. പിന്നെ ഉള്ളത് 34 + 1 അല്ലേ 5 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ 1ൻ്റെ പകുതി 0.5 ആണ്. അങ്ങനെ 17.5 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 1, 6, 11 ഈസ് 301? അതായത് 1, 6, 11 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 301 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 301 എന്ന് പറയുന്നത് ഒരു nth ടേം ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു APയിലെ, AP മീൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. APയിലെ nth ടേം അല്ലെങ്കിൽ n പദം എന്ന് പറയുന്നത് AN = A + n-1 × D എന്നാണ്. D ആണ് കേട്ടോ. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. D എന്ന് പറയുന്നത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എത്രാമത്തെ പദം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ nth ടേം 301 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണ്? 1 അല്ലേ. 1 + n-1 കോമൺ ഡിഫറൻസ് എത്രയാ? നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത് 1, 6, 11 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ 6ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് ചെയ്യാം. 301 = 1 + ഈ 5നെ ടീച്ചർ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. 5 × n എത്രയാ? 5n - 5 × 1 5 ആണല്ലോ. 1 - 5 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 301 = -4 + 5n. ഓക്കെ, ഈ -4 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ +4 ആവും. അപ്പോൾ 301 + 4 = 5n. അതായത് 305 = 5n. അങ്ങനെയാണെങ്കിൽ n = എത്രയാ? 305/5. എത്ര കിട്ടും? വിട്ടാം. 1 5 5 30. 6 തവണയാണ് 5 കേട്ടോ. 6 5 ആണ് 30. ദെൻ 5 ഒരു തവണ. അപ്പോൾ എത്ര കിട്ടി? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാ? 61. അപ്പോൾ ഈ 301 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 61ാമത്തെ ടേമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമുലയില്ലേ അതൊന്ന് പഠിച്ചു വെക്കുക. nth ടേം = A + n-1 × D. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഓഫ് എൻ AP ഈസ് 390. ദെൻ ഫൈൻഡ് ദ 7th ടേം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 13 പദങ്ങളുടെ തുക 390 ആയാൽ 7ാമത്തെ പദമാണ്
ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. 7ാമത്തെ പദമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആകെ എത്ര പദമുണ്ട്, ആകെ എത്ര ടേംസ് ഉണ്ട്? 13 ടേംസ് ഉണ്ട് അല്ലേ, 13 ടേംസ് ഉണ്ട്. അപ്പോൾ ഈ 7th ടേം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ടേം ആണ്, മിഡ് ടേം ആണ്, മിഡിൽ ടേം ആണ് കേട്ടോ. പദമാണ് ആക്ച്വലി മിഡ് ടേം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മധ്യപദം എന്നാണ് പറയുന്നത്. മധ്യപദമാണ് ഏത്? ഈ 7th ടേം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യപദം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? മധ്യപദം അല്ലെങ്കിൽ മിഡിൽ ടേം, മിഡ് ടേം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ആകെയുള്ള തുക മീൻസ് സം, അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ തുക എന്ന് പറയുന്നത് ഇവിടെ 390 ആണ്. ടോട്ടൽ എത്രയുണ്ട്? 13 ടേംസ് ഉണ്ട് ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 390 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13ൻ്റെ മൾട്ടിപ്പിൾ ആണോ 39? നമുക്ക് നോക്കാം. 13ൻ്റെ 3 ചെയ്തേ, 3 3 9, 1 3 3, 39. അപ്പോൾ 13ൽ ഒരു തവണ, ദെൻ 39, 13ൽ എത്ര തവണയാണ്? 3 തവണയാണ് 39. 0 അതുപോലെ ഇട്ട് കൊടുക്കുക. ബാക്കി എത്ര കിട്ടി? 30. അപ്പോൾ മിഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 7ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 7th ടേം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 30 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. മിഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കേട്ടോ. തുക ബൈ എണ്ണം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിഡ് ടേം നമുക്ക് കിട്ടും. Then അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് 11 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AP is x, then the 6th ടേം. നോക്കിക്കേ, 11 ടേംസ് ഉണ്ട്. ആ 11 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? എക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6th ടേം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6th ടേം നമുക്കറിയാം. 11 ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6th ടേം എന്ന് പറയുന്നത് ആക്ച്വലി മിഡ് ടേം ആണ് കേട്ടോ. മിഡിൽ ടേം ആണ് 6th ടേം എന്ന് പറയുന്നത്. അപ്പോൾ 6th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്ത് ചെയ്യണം? 6th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സമ്മിനെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പോൾ ടോട്ടൽ സം എത്രയാണ് തന്നിട്ടുണ്ട്? എക്സ് എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര? 11. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? x/11 ആണ്. അടുത്ത ദിവസം നോക്കിക്കേ, വാട്ട് വിൽ ബി ദ സം ഓഫ് നമ്പേഴ്സ് ഫ്രം 201 to 300? 201 മുതൽ 300 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സം ഓഫ് എൻ AP അറിഞ്ഞിരുന്നാൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സം ഓഫ് എൻ AP കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ടീച്ചർ ഏറ്റവും എളുപ്പമുള്ള പറഞ്ഞുതരാം. സം ഓഫ് n ടേംസിൻ്റെ സം നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. n/2 ഇൻറ്റു A1 + AN ആണല്ലോ. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ്. A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, AN എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. നമുക്കിവിടെ ഫസ്റ്റ് ടേം കിടപ്പുണ്ട് അല്ലേ? A1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 201 കിടപ്പുണ്ട്. AN കിടപ്പുണ്ട് എത്രയാണ്? 300 എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. പക്ഷേ n ഉണ്ടോ? n ഇല്ല. ഇനി n കണ്ടുപിടിക്കേണ്ട ഫോർമുല ഉണ്ട്. n നിങ്ങൾ പഠിച്ചു വെച്ചോ. n = AN - A1/D + 1. ഓക്കെ, അപ്പോൾ AN എത്രയാണ് ഇവിടെ? 300 മൈനസ് A1 എത്രയാണ്? 201. D എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ? കോമൺ ഡിഫറൻസ് 1 അല്ലേ? +1. അപ്പോൾ 300 - 201 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 99 + 1. എത്ര ടേംസ് ഉണ്ട്? 100 ടേംസ് ഉണ്ട്. അപ്പോൾ n = എത്രയാണ്? 100 ആണ്. നമുക്കിനി സം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സം = എത്രയാണ്? 100/2 ഇൻറ്റു A1 എത്രയാണ്? 201 + 300. ഓക്കെ, 100/2 എത്ര? 50. 50 ഇൻറ്റു 201 + 300 എന്ന് പറയുന്നത് എത്രയാണ്? 501. 501 × 50 ചെയ്യാം. 501 × 5 ചെയ്തേ, 50. 5 × 5 25. അപ്പോൾ എത്ര കിട്ടി? 2505. ഇവിടെ ഒരു 0 കിടപ്പുണ്ട്, ടീച്ചർ അത് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 25050 കേട്ടോ. ഓക്കെ, അപ്പോൾ AP-യിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പ്രോഗ്രഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അതുപോലെ മിഡിൽ ടേം ചോദിക്കാം. അതുപോലെ തന്നെ ഒരു ടേം തന്നിട്ട് അത് എത്രാമത്തെ പദം എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അന്നേരം നിങ്ങൾ ഈ ഒരു ഫോർമുല AN = A + n - 1 × D ആ ഒരു ഫോർമുല അറിഞ്ഞിരുന്നാൽ മതിയേ. അടുത്തത് ഇതുപോലെ മിഡിൽ ടേം ചോദിക്കാം. മിഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് തുക ബൈ എണ്ണം ചെയ്താൽ മതിയാകും.
അതുപോലെ സം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫോമുല ഓർത്ത് വെച്ചോ. സം കണ്ടുപിടിക്കാൻ SN = n/2 × A1 + AN. അവിടെ n കണ്ടുപിടിക്കേണ്ട ഫോമുല ഇത് പഠിച്ചു വെച്ചോ. n = AN - A1/D + 1 കേട്ടോ. സോ AP-യിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പഠിച്ച് തയ്യാറെടുക്കുക. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.